സിബ്ലിങ്സ് എന്ന് പറയുമ്പോഴേ ഈ അതിൽ സുരേഷ് കൃഷ്ണയ്ക്ക് അപ്പം അന്ന് തൊട്ടേ സിനിമ ഇൻട്രസ്റ്റ് ഭയങ്കരമായിരുന്നു. ചേട്ടന് ഭയങ്കര ക്രേസ് ആയിരുന്നു ഡയറക്ഷനോടും. ഇൻ ടു ദ ഫിലിം ഫീൽഡ് എന്നായിരുന്നു ചേട്ടൻ ആദ്യം തന്നെ. അതാണ് ഫസ്റ്റ് ഹി വാസ് ഇൻ പ്രസാദ് പ്രൊഡക്ഷൻസിലായിരുന്നു. പ്രസാദ് പ്രൊഡക്ഷൻസിൽ ആദ്യം അക്കൗണ്ടന്റ് ആയിട്ടാണ് പോയത്. പക്ഷെ ചേട്ടൻ അതൊന്നും അല്ലായിരുന്നു, എങ്ങനെയെങ്കിലും പ്രൊഡക്ഷൻസിൽ കയറണം എന്നായിരുന്നു ആദ്യം. അതുകൊണ്ട് ഇവൻ ഹി ഗോട്ട് എ ജോബ് ഹി വെന്റ് ഇൻ. പക്ഷെ പിന്നെ പ്രസാദ് ജിയുടെ അടുത്ത് സംസാരിക്കും, പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് അവന് പിന്നെ ചേട്ടന് ഹിന്ദിയും ഒക്കെ അറിയായിരുന്നല്ലോ. സോ അങ്ങനെ പോയി. പിന്നെ ചേട്ടൻ ഭയങ്കര എന്റർപ്രൈസിങ് ആണ്, ഭയങ്കര എന്താ പറയാ, സംസാരിക്കാനൊക്കെ നന്നായിട്ട് എല്ലാവരായിട്ട് മിങ്കിൾ ചെയ്യും. അപ്പൊ ചേട്ടന് ആർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ആ രീതിയിൽ ചേട്ടനാണ് ആദ്യം പ്രസാദ് ജിയുടെ അടുത്ത് പിന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിയതും. അത് കഴിഞ്ഞിട്ടാണ് കെ ബാലചന്ദ്ര സാറിന്റെ കെ ഏക് ദൂജെ കെ ലിയെ അവർക്ക് തമിഴും ഹിന്ദിയും അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് പ്രസാദ് ജിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ സുരേഷിന് റെക്കമെൻഡ് ചെയ്തു. അങ്ങനെയാണ് കെ ബി സാറിന്റെ അടുത്ത് എൻ്റെ ചേട്ടൻ കയറുന്നത്. അതിനുശേഷം പിന്നെ കെ വി സാർ പറഞ്ഞു എനിക്ക് സുരേഷിനെ വിട്ട് വേറെ കളിയില്ല, സുരേഷ് എൻ്റെ കൂടെ വന്നാൽ മതി എന്ന്. അപ്പോൾ അങ്ങനെയാണ് പ്രസാദ് പ്രൊഡക്ഷൻസ് വിട്ടിട്ട് ചേട്ടൻ അസിസ്റ്റന്റ് ആയിട്ട് കെ ബി സാറിൻ്റെ കൂടെ പോകുന്നത്. അങ്ങനെ അസിസ്റ്റന്റ് ആയിട്ട് നിന്ന് പിന്നെ കുറേ പടങ്ങൾ കെ ബി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു. അത് പിന്നെ ഒരു സുപ്രഭാതത്തിലാണ് പെട്ടെന്ന് ചേട്ടനെ വിളിച്ചിട്ട് പറയുന്നു നീ അണ്ണാമലൈ ചെയ്യുന്നു. അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ചേട്ടൻ്റെ അടുത്ത്. അങ്ങനെയാണ് ചേട്ടൻ ഫസ്റ്റ് ഡയറക്ഷൻ തുടങ്ങുന്നത് അണ്ണാമലൈ. ആ സമയത്ത് മറ്റേ കമൽഹാസന്റെ ഒരു ഓട്ടോഗ്രാഫ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതെ 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 അതെ, ഞാൻ ഭയങ്കര ഫാനാണ് കമൽ സാറിന്റെ. അപ്പോ അതെ അതെ ശരിക്കും. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ ഏക് ദൂജെ കെ ലിയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് അപ്പോൾ ഒന്ന് നമുക്ക് ഈ സെൽഫി എടുക്കലും അല്ല അങ്ങനെയൊന്നും പറ്റില്ല. അപ്പൊ ചേട്ടൻ വിശാഖപട്ടണത്തിലൊക്കെ ഷൂട്ടിലായിരുന്നു, ഞാൻ ബോംബെയിലാണല്ലോ. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഓൾറെഡി ഇവിടുന്ന് പോകുമ്പോഴേ പറഞ്ഞു, അയ്യോ എനിക്ക് കമൽ സാറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കണമായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഓട്ടോഗ്രാഫെങ്കിലും എനിക്ക് മേടിച്ച് തരുമെന്ന്. അപ്പോൾ അങ്ങനെ ചേട്ടൻ പോയിട്ട് അങ്ങനെ ഒരു കമൽ സാറിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എഴുതി എനിക്ക് കൊണ്ട് തന്നു. സോ അതും എനിക്കൊരു വലിയ സംഭവം, നിധി കിട്ടിയത് കുറെ കാലം കയ്യിലുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, പക്ഷെ എവിടെ നോക്കണം. ഐ എം ഷുവർ ഐ ഹാവ് നോട്ട് ഗിവൻ ഇറ്റ് അവേ ഓർ അങ്ങനെ എവിടെയും പോയിട്ടൊന്നുമില്ല. ഐ നോ എനിക്ക് എൻ്റെ ഒരു ഓറഞ്ച് കളറിലുള്ള ഒരു ഓട്ടോഗ്രാഫ് ബുക്കായിരുന്നു. ആ ഓട്ടോഗ്രാഫ് ബുക്കിൻ്റെ അകത്ത് ഫസ്റ്റ് ഫോട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് തന്നെ കമൽ സാറിൻ്റെ ഫോട്ടോ ആയിരുന്നു. എന്നിട്ട് അങ്ങനെയാണ്. അപ്പോൾ എന്നിട്ട് പിന്നെ ഞാൻ തമിഴ് പടത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സിംല സ്പെഷ്യൽ എന്ന പടത്തിലായിരുന്നു ഞാൻ കമൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊക്കെ കൈയൊക്കെ വിറക്കിയായിരുന്നു, കൈയൊക്കെ നനഞ്ഞിട്ട് ടെൻഷൻ അടിച്ചിട്ടൊക്കെ. എനിക്ക് അതേവരെ എനിക്ക് ഒരു പടത്തിൽ അഭിനയിക്കുമ്പോഴും ഒരു ടെൻഷൻ എന്ന് പറയാനില്ല. പക്ഷേ കമൽ സാറിൻ്റെ കൂടെ കമൽ സാറിൻ്റെ മുമ്പിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ബട്ട് ഹി വാസ് വെരി എന്താ പറയുക ഹെൽപ്ഫുൾ ആയിരുന്നു നമുക്ക് പറഞ്ഞു തരുന്നതും യുനോ. സോ അങ്ങനെ ആ വർക്ക് എക്സ്പീരിയൻസ് കമൽ സാറിൻ്റെ കൂടെ ഇറ്റ് വാസ് ആൻ അമേസിങ് എക്സ്പീരിയൻസ്. മലയാളത്തിൽ തന്നെയാണോ സംസാരിച്ചിരുന്നത്? ഇല്ല സാറിന്റെ കൂടെ തമിഴാണ്, ഞാൻ തമിഴല്ലേ സംസാരിക്കുന്നത്. പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ ഹി വോണ്ട് ഓവറായിട്ട് നമ്മുടെ അടുത്തൊക്കെ ഒന്നും അങ്ങനെ സംസാരിക്കൊന്നുമില്ല. ഞങ്ങൾക്ക് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ തന്നെ ഒരു പേടിയായിരുന്നു. എസ് വി ശേഖർ സാർ അങ്ങനെയല്ല, ഹി വാസ് ലൈക്ക് ടോട്ടലി ഭയങ്കര പാലിയാണ്, ഒരുപാട് തമാശ ഒക്കെ പറഞ്ഞ ആ രീതിയിലാണ്. അപ്പൊ അതിൽ രണ്ടുപേരും എന്റെ ബ്രദേഴ്സ് ആണല്ലോ, ആ പടം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ബ്രദേഴ്സ് ഇൻ ദ സെൻസ് എന്റെ ബ്രദറിന്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ആണ് കമൽ. മോർ ദൻ എ ബ്രദർ ആണ് എന്റെ അടുത്തുള്ള ഫ്രീഡം കമൽ സാറിന് ആ ക്യാരക്ടർ ആയിരുന്നല്ലോ. അങ്ങനെയായിരുന്നു. അപ്പൊ അതിലൊരു ഷോട്ട് ഉണ്ട്, അടിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്, കമൽ സാറിനെ അടിക്കണം, എന്തോ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ. അപ്പോൾ എനിക്ക് പേടിയായിപ്പോയി, അത് അടിക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് കൊള്ളു കിട്ടോ ഇങ്ങനെ ഇവിടെ, കാരണം അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ടെൻഷനായി, ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് വേദനിക്കത്തില്ലേ, പക്ഷെ കമൽ സാറല്ലേ പറയുന്നത്, നമുക്ക് ശരി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഡിസ്റ്റൻസ് ഒക്കെ നോക്കിയൊക്കെ വെച്ച് ഇങ്ങനെ എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല എന്താ ചെയ്യാൻ, ഡിസ്റ്റൻസ് ഒക്കെ നോക്കിയിട്ട് തന്നെ. അപ്പോൾ ഷോർട്ട് ആക്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ടച്ച് ചെയ്തു നമുക്ക് മനസ്സിലാവുമ്പോഴാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ടച്ചും ചെയ്യുന്നുണ്ട്, നമ്മൾ റിയാക്ഷനും കറക്റ്റ് ആണ്, കാരണം നമുക്ക് കറക്റ്റ് ടൈമിങ്ങും കറക്റ്റ് ആണ്. പക്ഷെ അത്രയും ഫോഴ്സ് കാണിക്കുന്നുണ്ടെങ്കിലും ടച്ച് ചെയ്തത് ഇത്രയേ ഉള്ളൂ. ആ റിയാക്ഷൻ, ആ ഒരു ദ വേ ഹി ഡിഡ് ഇറ്റ്, അപ്പൊ തൊട്ട് എനിക്ക് അയ്യോ ഇങ്ങനെയും സംഭവം ഉണ്ടല്ലേ എന്ന്. അപ്പൊ എന്താ വേദനിച്ചോ എന്ന് പറഞ്ഞാൽ ഇല്ല സാർ. അപ്പോൾ അതാണ് കറക്റ്റ്, അതാണ് കമൽ സാർ. സോ അതുപോലെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമായിരുന്നു. ഐ യൂസ് ടു വാച്ച് ഹിം, എങ്ങനെയാണ് ചെയ്തത്, ദ വേ ഹി യൂസ് ടു വർക്ക്.
അതൊക്കെയാണ് നമ്മൾ ഒരു എന്താ പറയുക ലെജൻഡ് ആയിട്ട് ഒരു ആക്ടർ എന്ന് പറയുന്നത് എന്താണെന്ന് കമൽ സാറിനൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഭയങ്കര വൊറേഷ്യസ് ആയിട്ടുള്ള റീഡർ ആയിരുന്നു ചെറുപ്പം തൊട്ട്. ഞാനോ ആ. മൊറീഷ്യസ് റീഡർ ഒന്നും പറയാൻ പറ്റില്ല. ബട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം ഫിക്ഷൻ ആയിരുന്നു. ആ കാരണം ഈ വളരെ കട്ടിയായിട്ടുള്ള ബുക്സ് ഒന്നും വായിക്കൊന്നുമില്ല. ബട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ബുക്സ് ഉണ്ടെങ്കിൽ വായിക്കും. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ഫിക്ഷൻ ആയിരുന്നു എനിക്കിഷ്ടം. ഡിറ്റക്റ്റീവ് നോവൽസ് ഇഷ്ടമായിരുന്നു, റൊമാൻറ്റിക് നോവൽസ് ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ ഏജിൽ അതൊക്കെ വായിക്കുമായിരുന്നു. ഗോൺ വിത്ത് ദ വിൻഡ് അങ്ങനെയൊക്കെ അതുപോലത്തെ പടങ്ങൾ കാണും. റോം കോം പിന്നീട് ഇപ്പോഴും അത് തന്നെയാണ്. എനിക്കും മോൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഡിറ്റക്റ്റീവ് സംഭവം. ഇൻഫാക്ട് മോനും ഞങ്ങളെല്ലാം ഒരുമിച്ച് കാണുന്ന ചിലപ്പോൾ അങ്ങനത്തെ വെബ് സീരീസ് ആയിരിക്കും. യുനോ സംതിങ് അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടാവില്ലേ. പിന്നെ മിസ്റ്ററി ഡെക്സ്റ്റർ അതുപോലെ. So it's fun because നമുക്ക് ഗസ് ചെയ്യാലോ. We will also get involved. ഇപ്പൊ ചുമ്മാ ഒരു കോമഡി പടം മാത്രം വല്ലപ്പോഴും അതും കാണും. പക്ഷെ എന്നാലും വെറും കോമഡി പടം മാത്രം കാണാൻ എനിക്ക് ഇഷ്ടമല്ല. ജസ്റ്റ് ഗോ ഓക്കെ അതിലൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ ചില നല്ല സീരിയസ് പടമാണെങ്കിലും ഇപ്പൊ ഇൻഫാക്ട് ലേറ്റസ്റ്റ് ഞാൻ കണ്ടത് നമ്മുടെ F1 ആണ്. ഐ ഡോണ്ട് നോ വെദർ യു സോ ഇറ്റ്. ബ്രാഡ് പിറ്റിന്റെ. ഓ മൈ ഗോഡ്, ഐ ജസ്റ്റ് ലവ് ദാറ്റ് മൂവി. ശരിക്കും അത് ഫോർമുല ആണ്, മറ്റേ കാർ റേസിംഗ് ആണ് എന്നൊക്കെ ആദ്യം വിചാരിച്ചു. അത് നമുക്ക് ഇഷ്ടാവോ, പക്ഷേ ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ. നിങ്ങൾ കണ്ടതാണോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാ പറഞ്ഞ ഐ ലൈക്ക് ത്രില്ലർ മൂവീസ് ഓൾസോ. ഇപ്പൊ മിഷൻ ഇമ്പോസിബിൾ പോലൊക്കെ പടങ്ങൾ, ടോം ക്രൂസിന്റെ പടങ്ങൾ. അത് കൊച്ചിലെ മുതൽ പിള്ളേരും അങ്ങനെ ആയതുകൊണ്ട് ഹിന്ദിയും ഇംഗ്ലീഷും ഇൻഫ്ലുവൻസ് ആയിരുന്നു കൂടുതലും. തമിഴ് മലയാളവും ഒക്കെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഏതെങ്കിലും ഒരു ഞായറാഴ്ച അവിടെ വരുന്ന ഒരു പടം ഞങ്ങളെ കൂടെ കൊണ്ടുപോകും. ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കാണാൻ പോകുന്നത്. ബിക്കോസ് വി വോണ്ട് ബി ഇൻട്രസ്റ്റഡ്. അന്നൊക്കെ നസീർ സാറിന്റെ ഒക്കെ പടമായിരിക്കും, ശിവാജി ഗണേശൻ സാറിന്റെ പടമായിരിക്കും. അപ്പൊ നമ്മൾ ഇതൊന്നും അറിയില്ല എന്താ സംഭവം, ചെറുതായിരിക്കും. പക്ഷെ പിന്നെ വി സ്റ്റാർട്ടഡ്, വി എന്ന് പറയാൻ പറ്റില്ല, ഞാനായിരുന്നു. എനിക്ക് പിന്നെ ഇഷ്ടമായി തുടങ്ങി പടങ്ങൾ കാണാൻ, സ്റ്റോറി ടൈപ്പ് പടങ്ങൾ കാണാൻ. സോ അങ്ങനെയാണ് മലയാളം തമിഴ് ഇൻഫ്ലുവൻസ് വന്നത്. ഈ സുരേഷ് കൃഷ്ണ ഇവിടെ അണ്ണാമല ചെയ്യുന്നു, ഭാഷ ചെയ്യുന്നു, സെൻസേഷൻ ആവുന്നു ഇന്ത്യ മൊത്തം. ആ സമയത്ത് എങ്ങനെയായിരുന്നു നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ? എന്തൊക്കെയാ സംസാരിച്ചിരുന്നത്? ഞാനും ചേട്ടനോ? ചേട്ടൻ്റെ ദുനിയാല് ബിസിയാണ്. കാരണം ചേട്ടൻ ഭയങ്കര ബിസി ആയിരുന്നു. ഞാൻ എൻ്റെ മലയാള സിനിമയിലായിരുന്നു കൂടുതൽ ആ സമയത്ത്. സോ ഐ വാസ് ബിസി വിത്ത് മൈ വർക്ക്. പക്ഷെ ന്യൂസ് ഒക്കെ അറിയായിരുന്നില്ലേ ഇത് ഭയങ്കര ഹിറ്റാണ്, ഇന്ത്യ മൊത്തം കുലുക്കിക്കൊണ്ടിരിക്കുന്ന ഭാഷ? ഞാൻ ഇന്നും കുത്തിയിരുന്ന് കാണും. എൻ്റെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ മോൻ എസ്പെഷ്യലി. ഭാഷ ഇന്നും കാണുന്നത് നമ്മൾ ഇങ്ങനെ കാണും എന്ന് പറയും. ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് ആൻ എൻസൈക്ലോപീഡിയ ആൾക്കാർക്ക്. പിന്നെ അതിനുശേഷമാണ് എല്ലാം എന്തുകൊണ്ടെങ്കിലും ഭാഷ വെച്ചിട്ടാണ് അവർ അത് ചെയ്യുന്നത്. ഓട്ടോക്കാരൻ പാട്ട് വന്നാലും ആ കാല് കണ്ട അപ്പോൾ ഉടനെ ഒരു ആൾക്കാർക്ക് ഒരു ക്ലാപ്സും. നമ്മൾ അതെപ്പോഴും പറയും, രജനീകാന്തും കമൽഹാസന്റെ പടങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ഡേ പോയി കാണരുത് എന്ന്. നമുക്ക് വെറും ശബ്ദം മാത്രമല്ലേ കേൾക്കുള്ളൂ ആൾക്കാരുടെ, വിസിലടിയും ശബ്ദവും മറ്റേ കയ്യടിയും ഊ ഈ എന്നൊക്കെ പറയുന്നത് മാത്രം. അപ്പോൾ അവരുടെ ഫസ്റ്റ് ഡയലോഗ് ഒരു 4-5 സീനൊക്കെ പോവും, നമ്മളൊന്നും മനസ്സിലാവില്ല. അപ്പോൾ പറയും ഒരിക്കലും നമ്മൾ ഫസ്റ്റ് ഷോ ഒന്നും പോയി കാണരുത് അവരുടെ പടങ്ങൾ, ബിക്കോസ് വി കാണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ഗോയിങ് ഓൺ എന്ന് പറയും. എന്നിട്ട് പിന്നെ പ്രിവ്യൂ ഷോ ഒക്കെ പോയി കണ്ടിട്ടുണ്ട് ചേട്ടൻ്റെ പടങ്ങളുടെ.